വന്ദേമാതരത്തെ അപമാനിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ തൃശൂരിൽ വന്ദേമാതര സദസ്സ് സംഘടിപ്പിച്ചു. ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ട കോൺഗ്രസ് നേതൃത്വമാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് നടന്ന വന്ദേമാതര സദസ്സ് ബിജെപി മുൻ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കേന്ദ്രങ്ങളിൽ ബിജെപി സംഘടിപ്പിക്കുന്ന വന്ദേമാതര സദസ്സുകളുടെ ഭാഗമായാണ് തൃശൂരിൽ പരിപാടി സംഘടിപ്പിച്ചത്. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നടന്ന പരിപാടി ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സുഭാഷ് ചന്ദ്രബോസ് വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണമെന്ന നിലപാടുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ നെഹ്റുവിന് ആ നിലപാട് ഉണ്ടായിരുന്നില്ലെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള ആളുകൾ വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കണം എന്നുള്ള നിലപാടെടുത്ത സമയത്ത് അന്ന് നെഹ്റുവാണ് വന്ദേമാതരം ആലപിക്കണമെന്ന് പോലും ഇല്ല എന്നുള്ള നിലപാടെടുത്ത ചരിത്രം ഈ രാജ്യത്തുണ്ട്. എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന ലക്ഷ്യം മാത്രമായിരുന്നു നെഹ്റുവിന് ഉണ്ടായിരുന്നത്. കോൺഗ്രസിന് ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാടാണെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് സിറ്റി ജില്ലയുടെ നേതൃത്വത്തിൽ കിഡ്സ് ആൻഡ് കോർണറിൽ നടന്ന വന്ദേമാതര സദസ്സ് ബിജെപി മുൻ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പച്ചക്കൊടിയില്ലാതെ കോൺഗ്രസിന് രാജ്യത്ത് ജയിക്കാൻ കഴിയാത്തതിനാൽ നെഹ്റു കുടുംബം ലീഗിന്റെ താൽപര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖ്യമന്ത്രിയാണ് ഇയാളെന്ന്, ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ അടിമയാണ് ഇയാൾ എന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വന്ദേമാതരം ചൊല്ലാത്ത ഒരേ ഒരു മുഖ്യമന്ത്രി ഈ വി.ഡി. സതീശനാണ്. വിദേശിയായ സോണിയയെ രാജ്യം സ്നേഹിച്ചു. പ്രധാന നേതാവായി രാജ്യം അംഗീകരിച്ചു. ദേശീയ ഗീതത്തെ തടസ്സപ്പെടുത്തുക വഴി 3 വർഷം തടവിൽ കിടക്കേണ്ട കുറ്റമാണ് സോണിയാഗാന്ധി നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറ്റി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു അധ്യക്ഷത വഹിച്ചു. സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി എം സുരേഷ്, ഉണ്ണികൃഷ്ണൻ, മറ്റ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, തൃശൂർ.